ഗ്രീഷ്മയ്ക്ക് കൊലക്കയർ. ഷാരോനെ കൊന്നു ഗ്രീഷ്മ. വിശ്വപ്രണയത്തിൻ്റെയും വിശ്വപ്രേമത്തിൻ്റെയും ലോകത്ത് ജീവിക്കേണ്ടുന്ന രണ്ട് യുവമിഥുനങ്ങൾ എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിച്ചു? വലിയ ചർച്ചയാണ് ചാനലുകളിലൊക്കെ. ഈ ഗ്രീഷ്മയെ മാത്രമേ കിട്ടുള്ളൂ, ഷാരോൻ എന്തുകൊണ്ട് മാറിപ്പോയില്ല? വലിയ ആളുകളാണ് ചർച്ച ചെയ്യുന്നത്, ചെറിയ ആളുകളില്ല. അടുത്ത് വേറെ ചിലർ ചർച്ച ചെയ്യുന്നു, ഗ്രീഷ്മ എന്ന് പറയുന്നത് പിശാചാണ്, മനുഷ്യജന്മമല്ല. അവർക്ക് ഒരിക്കൽ തൂക്കിക്കൊല്ലാൻ വിധിച്ചതുപോലെ ഇനിയും ഒന്നുകൂടി തൂക്കിക്കൊന്നതിന് ശേഷം വീണ്ടും കൊല്ലണം, അല്ലെങ്കിൽ വീണ്ടും അവരെ മരിച്ചാൽ തൂക്കിക്കൊന്നാൽ മരിക്കുമല്ലോ, എന്നാലും അത് കഴിഞ്ഞിട്ടും ഇങ്ങനെ ഒരു എന്ത്യൂസിയാസം കൊണ്ട് പറയുന്നതാണ്. ഒരിക്കൽ കൊന്നാൽ പോലെ വീണ്ടും വീണ്ടും കൊല്ലണം എന്നൊക്കെ നിലയിൽ ഗ്രീഷ്മയ്ക്കെതിരെയുള്ള വർത്തമാനങ്ങൾ, ഷാരോണിനെതിരെയുള്ള വർത്തമാനങ്ങൾ, ഷാരോണിന് അനുകൂലമായ വർത്തമാനങ്ങൾ. എന്ത് തെറ്റ് ചെയ്താലും, എത്ര വലിയ തെറ്റായാലും ഭാരതത്തിൽ വധശിക്ഷ പാടില്ല എന്ന് പറയുന്ന ഒരു വിഭാഗം, അത് ഗ്രീഷ്മയുടെ പ്രായം, വനിതയാണ്, പെൺകുട്ടിയാണ്, ഇങ്ങനെ പലതും പരിഗണിക്കണം, സാഹചര്യം കൊണ്ട് ചെയ്തു പോയതാണ്, അതുകൊണ്ട് ഒഴിവാക്കണം, ഇങ്ങനെ ചർച്ച നടക്കുകയാണ്. നിർഭാഗ്യവശാൽ എന്തുകൊണ്ടാണ് ഗ്രീഷ്മമാരുണ്ടാകുന്നത്? എന്തുകൊണ്ടാണ് അമ്മയ്ക്കും അച്ഛനും സമൂഹത്തിനും നാടിനും ഉതകി ജീവിക്കാൻ കഴിയുന്ന ഒരു പെൺകുട്ടി, ഒരു പെൺകുഞ്ഞ് വളർന്നു വന്ന് ഈ രൂപത്തിലായിപ്പോയത്? എന്തുകൊണ്ടാണ് ഷാരോന്മാരുണ്ടാകുന്നത്? ഇതാരും ചർച്ച ചെയ്യുന്നില്ല. അടിസ്ഥാന രോഗത്തെക്കുറിച്ചും രോഗനിർണയത്തെക്കുറിച്ചും രോഗകാരണത്തെക്കുറിച്ചും ആരും ചർച്ച ചെയ്യുന്നില്ല. അതാണ് കേരളത്തിൻ്റെയും ഈ ലോകത്തിൻ്റെയും പരിതാപകരമായ അവസ്ഥ. അമ്മയെ മകൻ കൊന്നതിന് ശേഷം എന്തിനാണ് എന്നെ ജനിപ്പിച്ചത് എന്നും, എൻ്റെ അമ്മ എന്നെ ജനിപ്പിച്ചതിനും കൊണ്ടാണ് ഞാൻ അമ്മയെ കൊന്നതെന്നും മദ്യലഹരിയുടെ അടിമപ്പെട്ടിട്ട് പറയുന്ന മകൻ, അമ്മയും മകനും കൂടി, ആദിത്യകൃഷ്ണ എന്ന് പറയുന്ന മകനും കൂടി മൊബൈലിന് വേണ്ടി തല്ലുകൂടുമ്പോൾ അമ്മയുടെ ഭാഗം പിടിച്ചതിന് വേണ്ടി അച്ഛൻ അമ്മയുടെ ഭാഗത്ത് നിന്നു എന്ന കാരണത്താൽ അച്ഛനെ തല്ലിക്കൊല്ലുന്ന മകൻ, അങ്ങനെയുള്ള ആദിത്യകൃഷ്ണമാരും അങ്ങനെയുള്ള ഷാരോന്മാരും ഗ്രീഷ്മമാരും ഈ അമ്മയെ കൊന്ന മകനും പാലക്കാടുകാരനായ മകനുമൊക്കെ ഏത് സമൂഹത്തിൻ്റെ സൃഷ്ടിയാണ്? ഏത് സാഹചര്യത്തിൻ്റെ സൃഷ്ടിയാണ്? ഏത് കോർപ്പറേറ്റ് ലോകത്തിൻ്റെ സന്തതികളാണിവർ? ഞാൻ ആ വ്യക്തികളെ അല്ല പറയുന്നത്, അവരിലെ ആ പൈശാചിക സ്വഭാവത്തെയാണ് ഞാൻ പറയുന്നത്. വ്യക്തികളെ അല്ല പറയുന്നത്, ആ ശരീരങ്ങളെ അല്ല ഞാൻ പറയുന്നത്. അവരുടെ മനസ്സിലെ പൈശാചിക ചിന്തകളുണ്ടല്ലോ, അതാർക്കാണ് അവർ കൊടുത്തത്? അവർക്ക് കൊടുത്തത് ആരാണ്? ഇവിടുത്തെ വികലമായ മാധ്യമധർമ്മം പറഞ്ഞ് നടക്കുന്ന വികലമായ മാധ്യമങ്ങളാണോ? ഞാൻ എഴുത്തും പത്രവും ചാനലും അല്ല ഉദ്ദേശിക്കുന്നത്. സോഷ്യൽ മീഡിയ അടക്കമുള്ള എല്ലാ മാധ്യമങ്ങളിലും നിന്ന് കിട്ടുന്ന അധമമായ വികാരങ്ങളും അധമമായ കാഴ്ചകളും കെട്ട കാലത്തിൻ്റെ നന്മയില്ലാത്ത ജീവിത ചര്യകളുമൊക്കെയാണോ ഈ കുട്ടികളെ ഇതിനൊക്കെ പ്രേരിപ്പിച്ചത്? എത്ര ഉദാത്തമാണ് പ്രണയം, സാർവലൗകികമാണ് പ്രണയം. സ്ത്രീക്ക് പുരുഷനോടും പുരുഷന് സ്ത്രീയോടുമൊക്കെ ഒരു പ്രായത്തിൽ പ്രണയം തോന്നുന്നതൊന്നും ഒരു കുറ്റവും ഒന്നുമല്ല. പക്ഷേ അതിൻ്റെ അതിർവരമ്പുകളും അതിൻ്റെ ന്യായാന്യായങ്ങളും ശരിതെറ്റുകളും ഒന്നും മനസ്സിലാക്കാതെ എടുത്തു ചാടി ഇത്തരം ക്രൂരകൃത്യങ്ങളിലേക്ക് എടുത്തെറിയപ്പെടുന്ന യുവമിഥുനങ്ങളെക്കുറിച്ച്, യുവാക്കളെക്കുറിച്ച്, യുവതികളെക്കുറിച്ച് ആരും ചിന്തിക്കുന്നില്ലല്ലോ, ആരും ചർച്ച ചെയ്യപ്പെടുന്നില്ലല്ലോ. ഏത് സമൂഹത്തിൽ എവിടെ തിരിഞ്ഞു നോക്കിയാലും മയക്കുമരുന്ന് ലഭ്യതയെക്കുറിച്ച് ആരും വേവലാതിപ്പെടുന്നില്ലല്ലോ. മയക്കുമരുന്ന് ഉപയോഗിച്ചിട്ട് അമ്മ മകനെ കൊല്ലുമ്പോൾ ആ മകൻ ക്രൂരനാണെന്ന് പറയാൻ നാം എത്ര സമയമാണ് എടുക്കുന്നത്? മൊബൈൽ ഫോണിൻ്റെയൊക്കെ വികലമായ ഉപയോഗത്തെക്കുറിച്ച് ചർച്ച ചെയ്യാൻ നമുക്ക് സമയമില്ലല്ലോ. ആ മൊബൈൽ ഫോണിൻ്റെ പേരിൽ അച്ഛനും അമ്മയും മകനുമൊക്കെ തമ്മിൽ തല്ലുകൂടി മകൻ അച്ഛനെ കൊല്ലുമ്പോൾ ആ മകനെ ക്രൂരനായി ചിത്രീകരിക്കാൻ എത്ര വലിയ സമയവും അധ്വാനവും ഊർജവുമാണ് നമ്മൾ ചെലവഴിക്കുന്നത്. ഞാൻ ഒരു തെറ്റിനെയും ന്യായീകരിക്കുന്നില്ല. പക്ഷെ ഓരോ തെറ്റിൻ്റെയും പിന്നാമ്പുറം പരിശോധിക്കുമ്പോൾ തെറ്റിനൊരു സാഹചര്യമുണ്ട്, ഒരു സാമൂഹ്യ സാഹചര്യമുണ്ട്, ഒരു കുടുംബ സാഹചര്യമുണ്ട്, ഒരു പാരിസ്ഥിതിക സാഹചര്യമുണ്ട്, എല്ലാ സാഹചര്യവുമുണ്ട്. മലിനമായ അന്തരീക്ഷത്തിൽ ജീവിക്കുന്ന ജനതയ്ക്ക് മലിനമായ മനസ്സേ ഉണ്ടാകൂ. മലിനമായ സാമൂഹ്യ അന്തരീക്ഷത്തിൽ ജീവിക്കുന്നവർക്ക് മലിനമായ മനസ്സേ ഉണ്ടാവുകയുള്ളൂ. അക്രമത്തെ ന്യായീകരിക്കപ്പെടുന്ന
തെറ്റ് കണ്ടാൽ തെറ്റാണെന്ന് പോലും പറയാതെ അതിനെ ന്യായീകരിക്കപ്പെടുന്ന, അവർക്ക് നിയമപരിരക്ഷ കിട്ടുന്ന ഒരു സമൂഹത്തിൽ തെറ്റ് ശരിയായി വരുന്ന പ്രവണതയായിരിക്കും കൂടുതലും. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ഗ്രീഷ്മമാരും ശാരോൺമാരും ആദിത്യ കൃഷ്ണമാരും ഒക്കെ എങ്ങനെയാണ് ഈ സമൂഹത്തിൽ ഉണ്ടായി വരുന്നത്? ഇത് വലിയ ആശങ്കപ്പെടുത്തുന്ന ഘടകമാണ്. മകൻ പറയുകയാണ്, എന്നെ എന്തിനു ജനിപ്പിച്ചു അമ്മ? എത്ര ക്രൂരമായ ചോദ്യമാണത്. ഒരു സമൂഹത്തോട് ചോദിക്കുകയാണ്, എൻ്റെ അമ്മ എന്തിനെന്നെ ജനിപ്പിച്ചു? എനിക്ക് എന്തേ മൊബൈൽ തരാത്തത്? എൻ്റെ അച്ഛനെ ഞാൻ കൊല്ലും. എനിക്ക് ആവശ്യമുള്ള പണം തന്നില്ലെങ്കിൽ ഞാൻ കൊല്ലും. ഒന്നാമത് ചോദിക്കുന്നു, രണ്ടാമത് പടയുന്ന അടിയാണ്, കൊല്ലുകയാണ്. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഏത് മൂല്യമാണ് തകർന്നത്? കുടുംബമെന്ന മൂല്യം ആവശ്യമുണ്ടോ? വ്യക്തിമൂല്യങ്ങൾ ആവശ്യമുണ്ടോ? വ്യക്തി ചിന്തകൾ ആവശ്യമുണ്ടോ? എന്തും ചെയ്യാൻ സ്വാതന്ത്ര്യമുണ്ടോ? ഏതുവരെ പോകാനും അസഹിഷ്ണുതയുടെ വേണമെന്ന് പറയുന്ന ലോകത്ത് ഏതുവരെ പോകാൻ, സഹിഷ്ണുതയും കൊണ്ട് ഏതുവരെ പോകാനുള്ള അവകാശമുണ്ടോ? ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പഠിക്കേണ്ട സമൂഹം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഇത്തരത്തിലുള്ള വികലമായ ഇടപാടുകളിൽ ചെന്നുപെടാൻ സാഹചര്യം എന്താണ്? വ്യാപകമായി കഞ്ചാവും മയക്കുമരുന്നും മദ്യവും ലഭിക്കുന്നത്, അനധികൃതവും അധികൃതവും പല രൂപത്തിൽ ലഭിക്കുന്നത് ഇത്തരം പ്രേരണകളെ, കുറ്റങ്ങളെ, അതിൻ്റെ അളവ് കൂട്ടുന്നുണ്ടോ? നമ്മൾ ആരെങ്കിലും ഇത് ചർച്ച ചെയ്യുന്നുണ്ടോ? അടിസ്ഥാന കാരണങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? അടിസ്ഥാന വിഷയങ്ങൾ ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ? ഷാരൂൺ എന്തിന് പ്രണയിച്ചു? ഗ്രീഷ്മ എന്തിന് പ്രണയിച്ചു? എന്തിന് പിന്മാറി? എന്തിന് വിഷം കൊടുത്തു? എന്തിന് ജ്യൂസ് കൊടുത്തു? ഇങ്ങനെയുള്ള ഭൗതികമായ കാര്യങ്ങൾ മാത്രം ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ആന്തരികമായി വാക്യാർത്ഥത്തിനപ്പുറം വ്യംഗ്യാർത്ഥത്തിൽ കിടക്കുന്ന ഒരുപാട് വിഷയങ്ങളുണ്ട്. നിർഭാഗ്യവശാൽ നമ്മുടെ സമൂഹം അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല, അങ്ങനെ പരിഹാരം തേടുന്നുമില്ല. ക്യാൻസർ ബാധിച്ച സമൂഹത്തിന് വേദന വരുമ്പോൾ പാരസെറ്റമോളും ഉറക്കാൻ പറ്റുന്നില്ലെന്ന് പറയുമ്പോൾ ഉറക്ക ഗുളികയും കൊടുത്ത് ഉറക്കി വേദന ശമിപ്പിച്ച് ഒരുപാട് കാലം മുന്നോട്ട് പോകാൻ ആകില്ല. ആബാലവൃത്ത ജനങ്ങളും ഇവിടുത്തെ മാധ്യമങ്ങളും ഇവിടുത്തെ ഭരണ നേതൃത്വവും രാഷ്ട്രീയ നേതൃത്വവും എല്ലാവരും ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടുന്ന ഒരു മാനവ രാശിയുടെ പ്രശ്നമാണിത്. മനുഷ്യനെ മയക്കുന്ന മദ്യത്തിൻ്റെ, മയക്കുമരുന്നുകളുടെ ഈ വികലമായ ജീവിത സംസ്കാരങ്ങൾ പഠിക്കുന്നതിൻ്റെ വലിയ പ്രതിസന്ധിയാണ് മുന്നിലുള്ളത്. ആരെയും കുറ്റപ്പെടുത്താനല്ല. നമ്മുടെ സമൂഹം എന്നുള്ള നിലയിൽ ഭൗതികമായി ഒരുപാട് നേട്ടങ്ങൾ ഉണ്ടായി, ശാസ്ത്ര സാങ്കേതിക വിദ്യകൾ പലതും നേടിത്തന്ന് നമ്മൾ മുന്നോട്ട് പോകുമ്പോഴും ഇത്തരത്തിലുള്ള വളരെ വികലമായ ജീവിത സാഹചര്യങ്ങളിൽ, ജീവിത രീതികളിൽ മനുഷ്യർ എങ്ങനെ എത്തിപ്പെടുന്നു, എങ്ങനെ ഷാരോന്മാരുണ്ടാകുന്നു, എങ്ങനെ ഗ്രീഷ്മമാരുണ്ടാകുന്നു, എങ്ങനെ ആദിത്യ കൃഷ്ണന്മാരുണ്ടാകുന്നു, അമ്മയെ ജനിപ്പിച്ച അമ്മയെ ജനിച്ച കുട്ടി, അമ്മയിൽ ജനിച്ച കുട്ടി എന്നെ എന്തിന് ജനിപ്പിച്ചതെന്ന് ചോദിക്കുന്ന കുഞ്ഞുങ്ങളുണ്ടാകുന്ന ഒരു സമൂഹമായി നമ്മൾ മാറുന്നത് എങ്ങനെ? അല്ലെങ്കിൽ മാറിപ്പോയോ? ഒറ്റപ്പെട്ട സംഭവങ്ങളായിരിക്കാം, പക്ഷേ വളരെ ഒറ്റപ്പെട്ടതാണെങ്കിലും അത് നാളെ പ്ലേഗ് പോലെ സമൂഹത്തിലാകെ പടരാതിരിക്കാൻ എല്ലാവരും ഇത് ചർച്ച ചെയ്യണം. ആഴത്തിൽ പഠനങ്ങൾ നടക്കണം. ഒരു സമൂഹം എന്നുള്ള നിലയിൽ എവിടെയാണ് നമുക്ക് ചോർച്ചയുണ്ടായത്? എവിടെയാണ് പലതും നഷ്ടപ്പെട്ടത്? നഷ്ടപ്പെട്ടുവോ? ഇല്ലെങ്കിൽ കുഴപ്പമില്ല. നഷ്ടപ്പെട്ടെങ്കിൽ എവിടെയാണ് നഷ്ടപ്പെട്ടത്? ആരാണ് തിരുത്തേണ്ടത്? എവിടെ നിന്ന് തുടങ്ങണം? ആരാണ് ആരംഭം? എവിടെ നിന്നാണ് ആരംഭം? എല്ലാം നമുക്ക് ചർച്ച ചെയ്യാൻ കഴിയട്ടെ. അതിനുള്ള പ്രേരകങ്ങളായി ഇത്തരം സംഭവങ്ങൾ എടുത്താൽ തീർച്ചയായും ഒരു തിരുത്തലിനുള്ള സമയമുണ്ട്. ആ തിരുത്തലാണ് സമൂഹത്തിൽ നടക്കേണ്ടത്. അല്ലാതെ നടക്കുന്ന കേവല ചർച്ചകളൊക്കെ തികച്ചും വ്യക്തികൾക്ക് കിട്ടേണ്ടുന്ന പബ്ലിസിറ്റിക്ക് വേണ്ടിയും, അതുപോലെ ഈ ചർച്ചകൾ നടത്തുന്ന മാധ്യമങ്ങൾക്കായാലും സ്ഥാപനങ്ങൾക്കായാലും സംഘടനകൾക്കായിരിക്കും അവർക്ക് കിട്ടുന്ന റേറ്റിങ്ങിനപ്പുറം വളരെ കൃത്യമായ ആഴത്തിലുള്ള വിശകലനങ്ങൾ ഇവിടെ ഉണ്ടാകട്ടെ. അതാണ് ഒരു സമൂഹത്തെ, ഒരു ജനതയെ മുന്നോട്ട് നയിക്കുന്നത്.